ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷിയാസിൻ്റെ ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ആദ്യമേ ഇതിനെക്കുറിച്ചൊക്കെ ആ ഒരു ചെറിയ ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഷിയാസ് പ്രതികരിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സ്ത്രീയായിട്ട് ഞാൻ വലിയൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെൻ്റെ ഭാര്യയുടെ അടുത്തുനിന്ന് എൻ്റെ പെങ്ങളുടെ നിന്നൊക്കെ കുറേയധികം സ്വർണം വാങ്ങിച്ചിട്ട് അത് തിരിച്ചു ചോദിച്ച സമയത്താണ് ഇതേ കണക്ക് പ്രശ്നമുണ്ടായത് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യമേ ഷിയാസ് കരീം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ കൂടെ തന്നെ കുറേയധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇടയ്ക്ക് ഞാനൊരു ഇഷ്യൂ ആയിട്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരും കൂടെ എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഷിയാസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് അയച്ച വോയിസ് ക്ലിപ്പും കാര്യങ്ങളും പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് പൈസ ചോദിച്ചൊക്കെ കുറേയധികം വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നങ്ങൾ ആദ്യമേ നടക്കുന്ന സമയത്ത് ഷിയാസിൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ അതിന് ഒരു കമൻ്റ് ഇട്ടതിന് അതിന് മറുപടിയായിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളതിൽ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള രീതിയിലായിരുന്നു ഷിയാസിൻ്റെ വൈഫ് അതിന് താഴെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഒരു വോയിസും കാര്യങ്ങളും വന്നതിന് ശേഷം ഷിയാസിൻ്റെ വൈഫ് അങ്ങനെ പ്രത്യേകിച്ച് വേറെ കമൻറ്റ്സോ അല്ലെങ്കിൽ റിപ്ലൈ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ലേറ്റസ്റ്റായിട്ട് ഇട്ട സ്റ്റോറി ഉണ്ടെങ്കിൽ ഷിയാസിൻ്റെ വൈഫിൻ്റെ ഈ ഒരു മാസത്തെക്കുറിച്ച് ഷിയാസുമായിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, അല്ലാതെ ആ ഒരു വോയിസിനെ കുറിച്ചുള്ള റിപ്ലൈ ഒന്നും ഇതുവരെ വൈഫ് തന്നിട്ടില്ലായിരുന്നു. ബട്ട് ആദ്യം കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട് എന്നാണ്.